ഹലോ, ഗുഡ് മോർണിംഗ്. പുതിയൊരു പ്രഭാതം കൂടെ നമ്മളിലേക്ക് ഇതാ വന്നിരിക്കുകയാണല്ലേ. മനോഹരമായ, വളരെ സന്തോഷം തരുന്ന, ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് നമ്മളെ കാത്തിരിക്കുന്ന പുതിയ ഒരു പ്രഭാതം കൂടെ നമ്മളിലേക്ക് ഇതാ വന്നിരിക്കുന്നു. പലരും പറയാറുണ്ട്, പലരും ചോദിക്കാറുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, ഞങ്ങളുടെ കഴിവുകൾ അറിയാം, പക്ഷേ അതിന് വേണ്ടുന്ന അവസരങ്ങൾ മുന്നിലേക്ക് കടന്നു വരുന്നില്ല എന്ന്. നമ്മുടെ മുന്നിലേക്ക് അവസരങ്ങൾ കടന്നു വരാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട്. അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാൻ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ അറിവുകളെക്കുറിച്ചും ചെറിയ ഒരു ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അറിവുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് അവസരങ്ങൾ വർദ്ധിക്കും എന്നുള്ളത് വലിയ ഒരു സത്യമാണ്. നമ്മുടെ മുന്നിലുള്ള എല്ലാ അറിവുകളെക്കുറിച്ചും ചെറിയ ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് നമ്മൾ അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും കുറഞ്ഞ അറിവുകൾ നമ്മൾ നേടുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് വാതിലുകൾ തുറന്നു വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു പ്രത്യേക അറിവുകളും നമ്മൾ ആർജിക്കാൻ തയ്യാറാവാതെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നത് എത്ര വലിയ വിഡ്ഢിത്തരമാണ് അല്ലേ. നമുക്ക് അറിവുകളില്ലാതെ നമ്മൾ ഉയരങ്ങളിൽ എത്തിയാലുണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? പലപ്പോഴും നമുക്ക് ആ സ്ഥലത്ത് കൃത്യമായിട്ട് പെർഫോം ചെയ്യാൻ കഴിയാതെ, ആ സ്ഥലത്ത് നമുക്ക് പലതും ചെയ്യാൻ ബ്ലോക്കുകളായിട്ട് നമ്മൾ തന്നെ ചിലപ്പോൾ അവിടുന്ന് എന്ത് ചെയ്തു തിരിച്ചു വരും. നിങ്ങൾ ചിന്തിച്ച് നോക്കി, പ്രത്യേകിച്ച് അറിവുകളൊന്നും ഇല്ലാതെ ഞാനൊരു വലിയ ബിസിനസ് തുടങ്ങി, അല്ലെങ്കിൽ ഒരു ഫേം തുടങ്ങി, അല്ലെങ്കിൽ ഞാനൊരു മാനേജറായി, എൻ്റെ അണ്ടറിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ അണ്ടറിൽ ഒരുപാട് സ്റ്റാഫ് ഉണ്ട്, എനിക്ക് അവരെ മാനേജ് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എന്താ സംഭവിക്കുക? കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡായി കഴിഞ്ഞാൽ പലപ്പോഴും എൻ്റെ താഴെയുള്ളവർ എന്നെ കളിയാക്കുന്ന അവസ്ഥ വരും, എന്നെ ഗൗനിക്കാത്ത അവസ്ഥ വരും, അല്ലെങ്കിൽ ഞാനും അവരുമായിട്ട് ഭയങ്കര ഫൈറ്റാവും. അങ്ങനെ രണ്ടുപേരും ഫൈറ്റായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് പോരേണ്ടി വരും. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള അവസരങ്ങളുടെ വാതിലുകൾ തുറക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അറിവുകൾ നേടുക എന്നുള്ളതാണ്. അറിവുകൾ നേടുന്നതിനനുസരിച്ച്, നമ്മൾ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നതിനനുസരിച്ച്, നമ്മൾ ട്രെയിൻഡ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ മുന്നിലുള്ള വാതിലുകളും തുറന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ മൈൻഡ് ട്യൂൺ എജു ലാബിൽ മനോഹരമായ 2 ദിവസത്തെ രണ്ട് ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. നമ്മുടെ ടോട്ടൽ സ്റ്റാഫിന് സ്റ്റാഫിനെ നമ്മൾ മൈൻഡ് ട്യൂണേഴ്സ് എന്നാണ് വിളിക്കാറുള്ളത്. കാരണം അവർ സ്വയം ട്യൂൺ ചെയ്യപ്പെടുന്നവരാണ്, അവർ സ്വയം ട്യൂൺ ചെയ്യാൻ പഠിച്ചവരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. ഒരുമിച്ച് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഡ്രീംസ്കേപ്പ് എന്നായിരുന്നു ആ ക്യാമ്പിൻ്റെ പേര്. മലപ്പുറത്ത് പെരിന്തൽമണ്ണയിൽ ഇറ ഫാമിൽ വെച്ചിട്ടായിരുന്നു ആ ക്യാമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. വളരെ വളരെ മനോഹരമായ ക്യാമ്പായിരുന്നു. നമ്മളതിൽ പ്രധാനമായിട്ടും അവരവരുടെ സ്കില്ലുകളെ കണ്ടെത്താനും അവർ കൂടുതൽ ട്രെയിൻഡ് ആവാനും വേണ്ടിയിട്ടായിരുന്നു നമ്മളതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ ട്രെയിൻഡ് ആയപ്പോൾ തന്നെ അവർക്ക് മുന്നിൽ ഇങ്ങനെ അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുന്നതായിട്ട് അവർ പറഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലുള്ള അവസരങ്ങളുടെ വാതിലുകൾ അടഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ ഇനിയും എന്തൊക്കെയോ പഠിക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ അറിവുകൾ ആർജിച്ചെടുക്കുക. ഏറ്റവും വലിയ അറിവ് ഞാൻ എന്താണ് എന്നത് തന്നെയാണെങ്കിലും നമ്മൾ കൂടുതൽ നമ്മുടെ ചുറ്റുപാടുള്ളവരെക്കുറിച്ച്, ചുറ്റുപാടുള്ള മനുഷ്യരെക്കുറിച്ച്, ചുറ്റുപാട് നടക്കുന്നതിനെക്കുറിച്ച്, സ്വഭാവങ്ങളെക്കുറിച്ച്, ആളുകളുടെ വികാരങ്ങളെക്കുറിച്ച്, ആളുകളുടെ പെരുമാറ്റത്തെക്കുറിച്ച്, അവരുടെ റിയാക്ഷൻസിനെക്കുറിച്ച്, ആളുകളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച്, അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച്, നീഡുകളെക്കുറിച്ച്, വാണ്ടുകളെക്കുറിച്ച്, അങ്ങനെ കൂടുതൽ നമ്മൾ അറിവുകൾ നേടുന്നതിനനുസരിച്ച് നമുക്ക് തന്നെ നമ്മുടെ മുന്നിൽ നമ്മളറിയാതെ പല വാതിലുകളും തുറക്കുന്ന അത്ഭുതം ശരിക്കും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഏതായാലും ഡ്രീംസ്കേപ്പ് അറ്റൻഡ് ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ചാറ്റ് ബോക്സിൽ പറയും അവരുടെ അനുഭവങ്ങളൊക്കെ. ഏതായാലും തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് വാതിലുകളുണ്ട്. ആ വാതിലുകൾ നമുക്ക് കാണാൻ കഴിയാത്തതും ആ വാതിലുകൾ തുറക്കാത്തതിൻ്റെയും ഒരേ ഒരു കാരണം നമുക്ക് ആ വാതിലുകൾ കാണാൻ മാത്രമുള്ള അറിവ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ അതിനു വേണ്ടി ട്രെയിൻഡ് ആയിട്ടില്ല എന്ന് മാത്രമാണ്. കൂടുതൽ അറിവുകളിലേക്ക്, കൂടുതൽ കഴിവുകളിലേക്ക്, കൂടുതൽ ട്രെയിനിങ്ങുകളിലേക്ക് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാം. തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് ഒരുപാട് ഉയരങ്ങളിലെത്താനും വളർച്ച ഉണ്ടാക്കാനും ഒക്കെ പടച്ചവൻ നമുക്ക് വല്ലാതെ നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഏതായാലും കൂടുതൽ അറിവുകൾ നേടാൻ നമുക്ക് പുസ്തകങ്ങൾ വായിക്കാം, വീഡിയോസ് കാണാം, ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാം. അത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പം തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ വാതിലുകൾ തുറക്കും. പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നത്, എന്തിനാണ് നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നത്, എന്തിനാണ് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നത്, നമുക്കുള്ള കാര്യങ്ങൾ വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ, അതുപോലെ ഈ ഒരു ജോലിക്ക് അതുപോലെ, ഈ ഒരു ജോലിക്ക് ഈ അറിവ് പോരെ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ടെങ്കിൽ അവരുടെ ആ വാതിലുകളെല്ലാം അടഞ്ഞുപോയി എന്നുള്ളതാണ് സത്യം. അവരാ ഇരിക്കുന്ന ജോലി എന്ന് പറയുന്ന ഒരു മുറിയിലെ എല്ലാ വാതിലുകളും അടഞ്ഞു കിടക്കുകയാണ്. അവരതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് ജോലി ചെയ്യുകയാണ്. പുതിയ വാതിലുകൾ തുറക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനാവശ്യമായിട്ടുള്ള അറിവുകൾ നേടുക തന്നെ ചെയ്യണം. എല്ലാവർക്കും ഒരുപാട് അറിവുകൾ നേടാൻ, മുന്നിൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. ടാറ്റ, ബൈ ബൈ ആൻഡ്
താങ്ക് യു.